വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. വുമൻ, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്, ലെറ്റ് ഇറ്റ് ബി ഡൺ ഫോർ യു ആസ് യു വിഷ്. നമ്മളുടെ ഈ പ്രാദേശിക ഇടവക ഈ പ്രദേശത്ത് ഒരു സൗഖ്യദായക സമൂഹമായിട്ട് തീരുവാനായിട്ട് സാധിക്കും. Can this local parish be a therapeutic community in the society in which we live? കർത്താവായ യേശുക്രിസ്തു ഗലീല പ്രദേശങ്ങളിൽ നിന്ന് നേരെ വടക്ക് പടിഞ്ഞാറുള്ള തുറമുഖ പട്ടണങ്ങളായ സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നതും ഒരു കനാന്യ സ്ത്രീ അവിടെ വന്ന് അവളുടെ മകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതുമായിട്ടുള്ള ഭാഗമാണ് ഇന്ന് വായിച്ച് നാം കേട്ടത്. ആ കനാന്യ സ്ത്രീയെ അഭിമുഖീകരിച്ചതായിട്ടുള്ള പ്രയാസ സാഹചര്യങ്ങൾ, ഒന്നാമത് യേശുവിൻ്റെ മൗനം, രണ്ടാമത് ശിഷ്യന്മാരുടെ പരാതി, മൂന്നാമത് തൻ്റെ സമൂഹത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യം, നാലാമത് കർത്താവ് ഈ സ്ത്രീയോട് പറയണം, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു പ്രാദേശിക ഇടവക എന്നുള്ള നിലയിൽ ഒരു പ്രദേശത്തിൻ്റെ സൗഖ്യദായക സമൂഹമായി തീരുവാൻ കഴിയാതെ പോകുന്നത്? 3 കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, നമ്മളുടെ അതിരുകളെ അതിജീവിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. 2, നമ്മളുടെ സങ്കുചിത മനോഭാവം മാറ്റണം. 3, നിലവിളികൾ കേട്ട് വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കുന്നതിനായിട്ട് സാധിക്കണം. 3 കാര്യങ്ങളാണ് ഞാൻ രാവിലെ സമയത്തെ പറഞ്ഞത്. വളരെയധികം വിഷയങ്ങൾ ചിന്തിക്കാവുന്നൊരു വേദഭാഗമാണിത്. അതുകൊണ്ട് ഈ ഭാഗത്ത് മാത്രം നമ്മുടെ ശ്രദ്ധയെ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നതിനായിട്ട് ശ്രമിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇടവദിനത്തിൻ്റേതായുള്ള മീറ്റിംഗ് ഉണ്ടല്ലോ, അപ്പോൾ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നതിനായിട്ട് സമയമെടുക്കുകയും ചെയ്യാം. 1, നമ്മളുടെ അതിരുകളെ അതിജീവിക്കുന്നതിനായിട്ട് സാധിക്കണം. 2, നമ്മളുടെ സങ്കുചിത മനോഭാവത്തെ മാറ്റാനായിട്ടിടയാകണം. 3, സമൂഹത്തിലെ നിലവിളികൾ കേട്ട് വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കുന്നവരായിട്ട് തീരണം. നമ്മളുടെ അതിരുകളെ അതിജീവിക്കണം എന്ന് പറയുന്ന അവസരത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? We have set boundaries in our community. മതിലുകളൊക്കെ നിർമ്മിച്ച് നമ്മളുടേത് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. മതിലുകൾ പണിയുമ്പോൾ മതിലിനകത്തുള്ളവരും മതിലിന് പുറത്തുള്ളവരുമുണ്ട്. ആരാണ് അകത്ത്, ആരാണ് പുറത്ത്? കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ക്രിസ്തുമതം സ്ഥാപിക്കാനായിട്ടല്ല, ഇടവകൾ സ്ഥാപിക്കാനായിട്ടുമല്ല. സൃഷ്ടാവായുള്ള ദൈവത്തിൻ്റെ സകല സൃഷ്ടിയെയും തൻ്റെ കാൽവറി ക്രൂസിലെ മരണത്തിൽ വീണ്ടെടുക്കുന്നതിനായിട്ട് സാധിക്കണം. സകലവും. And therefore the church is to be an inclusive community. ഒരു ഇടവക എന്ന് പറയുന്നത് മറ്റുള്ളവരെ എല്ലാം സ്വീകരിക്കുന്ന, ഉൾക്കൊള്ളുന്നതായിട്ടുള്ളൊരു സമൂഹമായിരിക്കണം. നാം വായിച്ച കേട്ടതായുള്ള വേദഭാഗത്ത് ദേവാലയത്തിൽ ഷണ്ണന്മാർക്കുള്ളതായുള്ള സ്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ട്രാൻസ്ജെൻഡേഴ്സ്.
ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഇന്ന് ഈ ദേവാലയത്തിൽ ചോദിച്ചാൽ ആരും ഉണ്ടായിരിക്കില്ല. ട്രാൻസ്ജെൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഉണ്ടായിരിക്കില്ല. അത് അതിരുകളിലേക്ക് നാം മാറ്റിയിരിക്കുകയാണ്. മഹാത്മാഗാന്ധി ഒരു ചെറുപ്പക്കാരനായിട്ട് ബ്രിട്ടീഷ് രാജ്യത്തെ പഠിക്കുന്നതിനായിട്ട് പോകുമ്പോൾ വിവാഹിതനായിരുന്നു. എന്നാൽ അന്നത്തെ മത ആചാരങ്ങൾ ഒരു നദി കടക്കുന്നതിനായിട്ടോ ഒരു കടൽ കടക്കുന്നതിനായിട്ടോ അനുവദിച്ചിരുന്നില്ല. എൻ്റെ കസ്തൂർബാ ഗാന്ധി പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കും. അങ്ങനെ തനിയെ പോയാണ് UK നിന്ന് ബാരിസ്റ്ററായി ആഫ്രിക്കയിലും പിന്നീട് ഇന്ത്യയിലുമൊക്കെ മഹാത്മാഗാന്ധി എത്തിച്ചേർന്നത്. അതിരുകളെ അതിജീവിക്കുന്നതിനായിട്ട് സമ്മതിക്കാതിരുന്ന ഒരു മതസംഹിതയിലായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തതായുള്ള ഒരു സ്ഥാനവുമില്ല. എല്ലായിടവും വിരലിൻ്റെ തുമ്പത്താണ് എന്ന് പറയുന്നത് പോലെ അടുത്താണ്. എനി പേഴ്സൺ ക്യാൻ ട്രാവൽ എനിവെയർ ഇൻ ദ വേൾഡ് ആൻഡ് ദ ഗ്ലോബൽ വേൾഡ് ഈസ് അവർ വേൾഡ് നൗ. അമേരിക്കയിൽ എന്ത് സംഭവിച്ചാലും ആ നിമിഷം ഇവിടെ അറിയുന്നതിനായിട്ട് സാധിക്കും. ഇപ്പോൾ യുദ്ധം നടക്കുകയല്ലേ, ഇറാനിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ അറിയാം, ഇൻസ്റ്റൻ്റായിട്ട് അറിയാം. '80s ഞാൻ തമിഴ്നാട്ടിൽ പോയതായിട്ടുള്ള സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് അവിടെയുള്ള ദേവാലയങ്ങളെല്ലാം തുറന്നിട്ടിരിക്കുന്നത് കണ്ടു. ഉച്ചയ്ക്കല്ല, ഡേ ടൈം മുഴുവൻ അവർ തുറന്നിടും. അപ്പോൾ അവിടെ ഒരു വാച്ച്മാനൊക്കെ ഉണ്ട്. അയാൾക്ക് ശമ്പളമൊക്കെ കൊടുക്കണ്ടേന്ന് ചോദിച്ചേക്കാം. ഒറ്റ പ്രാർത്ഥനക്കൂട്ടം വിചാരിച്ചാൽ മതിയല്ലോ ശമ്പളം കൊടുക്കാൻ. ശമ്പളമല്ല പ്രശ്നം, നമുക്ക് ആരും നമ്മുടെ ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ഇഷ്ടമില്ല. അതാണ്. പണ്ടേ നമ്മളുടെ വീട്ടിലൊക്കെ ആളുകൾക്ക് വരാമായിരുന്നു, ഒന്ന് മുരടനയ്ക്കാൻ മതി, ആരാന്ന് ഉടനെ നമ്മൾ ചോദിക്കും. അങ്ങനെയാണ് അറിഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. ആർക്കും കയറി വരാം, ആരൊക്കെ തുറന്നിട്ടിരിക്കുക, ഗേറ്റ് തുറന്നിട്ടിരിക്കുക. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോളിംഗ് ബെല്ലും ഒക്കെ ഉണ്ട്. ഒന്ന് അടിച്ചാലേ അകത്ത് കയറാനൊക്കെ ഉള്ളൂ. പറയാതെ ആരും വീട്ടിൽ വരാനായിട്ട് സമ്മതവുമില്ല. ബാംഗ്ലൂരിലുള്ള നമ്മുടെ മാർത്താമ പള്ളി, പ്രിംറോസ് റോഡിലുള്ള നമ്മുടെ മാർത്താമ പള്ളി പകൽ മുഴുവൻ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും അവിടെ കയറി പ്രാർത്ഥിക്കാം, ആർക്കും കയറാം. വഴിയെ പോകുന്നതാൽ ആളുകൾക്ക് വരെ കയറി പ്രാർത്ഥിക്കാം. Will our local parish be a therapeutic community in the larger society? സൗഖ്യദായക സമൂഹമായിട്ട് നമുക്ക് തീരുന്നതിനായിട്ട് സാധിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ട്, നമ്മളുടെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ? മറ്റുള്ളവരെന്നൊക്കെ നാം പറയുന്നത് നമ്മളുടെ ഒരു ഫ്രേസാണ്, നമ്മുടെ ഉപയോഗത്തിൽ വരുന്നതായിട്ടുള്ളൊരു വാക്കാണ്. അവരെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ്, ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. വേണ്ടാത്തതായുള്ള ആളുകളില്ല. ദൈവത്തിന് വേണ്ടാത്ത മക്കളില്ലല്ലോ. അപ്പോൾ നമുക്കും വേണ്ടാത്തതായുള്ള ആളുകൾ പാടില്ല. അങ്ങനെ എല്ലാവരെയും സമശിഷ്ടങ്ങളായിട്ട് കാണുവാനായിട്ടും ഒരു രാജ്യത്തിൻ്റെ അനുഭവക്കാരാണ് എന്ന് ചിന്തിപ്പാനായിട്ടും കഴിയുന്ന ഇടത്താണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായിട്ടും സൗഖ്യം നൽകുന്നതായുള്ള ദൈവത്തിൻ്റെ കൃപയൊക്കെ അവർക്ക് ലഭിക്കുന്നതിനായിട്ടും ഇടയായിട്ട് തീരുന്നത്. അതിരുകളെ അതിജീവിക്കുക. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും മറ്റൊരു മതത്തിലുള്ള പ്രാർത്ഥനാലയത്തിൽ പോകുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ടോ? സേ ഫോർ എക്സാമ്പിൾ ഹിന്ദു ടെമ്പിൾ ഓ മുസ്ലിം മോസ്ക് എപ്പോഴെങ്കിലും പോകുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അവരൊക്കെ അന്യർ എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല.
എല്ലാവരും ദൈവത്തിൻ്റേതാണ്. ദൈവസന്നിധി നിൽക്കേണ്ടതായുള്ള ആളുകളാണ്, നിർത്തേണ്ടതായുള്ള ആളുകളാണ്. അപ്പോൾ നാം വിളിക്കപ്പെട്ടതായുള്ളൊരു സമൂഹമാണ്, കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റിയാണ്. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നമ്മളുടെ സങ്കുചിത മനോഭാവം നാം മാറ്റുന്നതിനായിട്ടിടയാകണം. ഈ കനാന്യ സ്ത്രീയെ പോകാതെ പുറകെ നടന്നതായുള്ള അവസരത്തിൽ യേശു പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നത്. ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ കർത്താവ് ഉപയോഗിച്ചതായുള്ള വാക്കാണ് എന്ന് ഓർക്കണം. എപ്പോഴും അങ്ങനെയല്ല. ശിഷ്യന്മാരെ ജനങ്ങൾ വന്ന് നിന്നെ തിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അവസ്ഥയിൽ കർത്താവ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകാൻ, കാരണം അവിടെയൊക്കെ സുവിശേഷം പറയുന്നതിനായിട്ടല്ലോ എന്നെ അയച്ചത് എന്ന് പറയുന്നുണ്ട്. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നെ അയച്ചത് ഇവിടെ തന്നെ നിൽക്കുന്നതിനായിട്ടില്ല, ഓരോ സ്ഥലങ്ങളിൽ പോയി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനായിട്ടാണ്. നായ്ക്കുട്ടി എന്നുള്ളൊരു വാക്ക് യേശു ഉപയോഗിക്കുന്നത്, അന്ന് പബ്ലിക്കിലൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല. നായാണ് എന്നൊന്നും ആരെക്കുറിച്ചും പറയുകയില്ല. എന്നാൽ അതുകൊണ്ട് ഒഫൻഡഡ് ആകുന്നതായുള്ളൊരു സ്ത്രീ അല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവൾ പറയുകയാണ്, മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ടും അവർ ജീവിക്കുന്നുണ്ട്. വളർത്തു മൃഗങ്ങളുള്ളതായിട്ട് നമുക്കറിയാം, ആഹാരം നമ്മൾ കൊണ്ട് കൊടുക്കുന്നതായിട്ടുള്ള സാഹചര്യം, അവർക്ക് നമ്മളോടും നമുക്ക് അതിനോടും ഒക്കെ ഒരു സ്നേഹമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. ഈ സ്ത്രീ പറയുന്നതിനായിട്ട് സാധിക്കുന്നില്ല, ലെഫ്റ്റ് ഓവറാണ് ഞാൻ ചോദിക്കുന്നത്, അത് പറയുന്നില്ല. അവൾ പറയുന്നത് സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഒരു വിശാലത ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ നുറുക്ക് തന്നെയാണല്ലോ നായ്ക്കുട്ടികൾക്കും വേണ്ടത്. അപ്പോൾ ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളായിട്ട് തീരുന്നതിനിടെയാണ്. മനോഭാവം മാറും, മൈൻഡ് സെറ്റ് മാറുക എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. മറ്റൊരാൾ എന്ന് പറയുന്ന അവസരത്തിൽ ഇവിടുത്തുകാരനല്ല, ഈ ഇടവേല അംഗമല്ലാക്കുന്ന പറയുന്ന അവസരത്തിൽ നമ്മളെപ്പോഴും പുറത്തോട്ട് തട്ടുകയാണ്, മാറ്റി നിർത്തുക. ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളായിട്ട് തീരുവാൻ്റെ കോണം വിളിക്കപ്പെടുകയാണ്. അതിനാവശ്യമായിരിക്കുന്ന വിനയവും സ്നേഹവും ദൈവകൃപയുടെ വ്യാപാരവും എന്ന് മനസ്സിലാക്കുക എന്നതാണ്. ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നത് നാം ഏതുമില്ല, അത് മനസ്സിലാക്കാൻ സാധിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അത് നമുക്ക് അളക്കാൻ പോലും കഴിയുകയില്ല എന്നത് പറയുന്നുണ്ട്. ഒരു രീതിയിലും നമുക്ക് അളക്കുവാൻ കഴിയുന്നതല്ലൊന്നല്ല ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് കർത്താവായ യേശു ക്രിസ്തു, പ്രത്യേകിച്ച് കർത്താവിൻ്റെ കാൽവരി ക്രൂശ്. ഈ നോമ്പ് കാലത്തെ നാം ധ്യാനിക്കുന്നതെല്ലാം ആ ക്രൂശിലെ പരമയാഗത്തെക്കുറിച്ചാണ്. ആ ക്രൂശെ വെളിപ്പെടുത്തുന്നതായുള്ള അനുസരണവും ആ ക്രൂശെ വെളിപ്പെടുത്തുന്നതായുള്ള ദൈവത്തിൻ്റെ സ്നേഹവും ദീർഘക്ഷമയും ഒക്കെ നമുക്കുണ്ടാകണമെന്നാണ് നാം പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ അർത്ഥം. പലപ്പോഴും നാം ആളുകളെ ഇങ്ങനെ ലേബൽ ചെയ്ത് മാറ്റി നിർത്താറുണ്ട്, അവൻ അവൾ എന്നൊക്കെ പറഞ്ഞ്. കാരണം എന്തെങ്കിലും പഴയ ചരിത്രം നമ്മുടെ മനസ്സോടി വരും. അങ്ങനെയാണ് ആളുകളെ നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസരത്തിൽ മാത്രം ക്ഷമിക്കുന്നതിനായിട്ട് സാധിക്കത്തുള്ളൂ. When was the last time that he forgave some person? അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ സംഭവിച്ചിട്ടേ ഇല്ലായിരിക്കും. ആരോടെങ്കിലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് ക്ഷമ എന്ന് പറയുന്നത്. ദീർഘമായുള്ള ക്ഷമ. 7 എഴുതുവട്ടം മതിയോ? നീ ക്ഷമിക്കണം. കർത്താവ് നമ്മളുടെ കടങ്ങളെ പരിഹരിച്ചിരിക്കുന്ന പോലെ, കടങ്ങളെ ക്ഷമിച്ചിരിക്കുന്ന പോലെ നമ്മളും മറ്റുള്ളവരുടെ കടങ്ങളെ ക്ഷമിക്കുന്നതിനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്ഷമയിലേക്ക് നമ്മെ നയിക്കുന്നത്.
ഇന്ന് ഇവിടെ 3 ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഉണ്ട്. അവർ തങ്ങളുടെ വിശ്വാസത്തെയൊക്കെ ഏറ്റുപറഞ്ഞ് കമ്മ്യൂണിക്കൻ മെമ്പേഴ്സായിട്ട് തീരുവാനായിട്ട് പോവുകയാണ്. ഓരോ പൈതലിനെക്കുറിച്ചും ഈ പൈതൽ എന്തായി തീരും എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്, അവരുടെ ദർശനം എന്ന് പറയുന്നത് വിശാലമായിരിക്കും. നമ്മളത് വിശാലമാക്കുന്നത് ഇവിടെ നിന്ന് ജപ്പാനിലേക്കോ അമേരിക്കയിലേക്കോ കൊറിയയിലേക്കോ ഒക്കെ പോകുന്നതായിട്ടുള്ള ദർശനത്തെക്കുറിച്ചാണ്. അങ്ങനെയല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്നതായുള്ള സങ്കുചിതമായിട്ടുള്ള സങ്കല്പത്തിനെ മാറ്റി വിശാലമാക്കണം സാധിക്കും. ഋഷി സിംഗ് എഴുതിയതായുള്ളൊരു ആർട്ടിക്കിള് പേപ്പറിലുണ്ട്. നിങ്ങൾക്ക് സാവകാശം കിട്ടുമ്പോൾ ഒന്ന് വായിക്കാൻ നല്ലതാണ്. വനിതകളുടെ ദിനമാണല്ലോ ഇന്ന്. അതുകൊണ്ട് വനിതകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായ ഭാഗമാണ്. ഒരു കൗമാര പ്രായത്തിലുള്ളതായുള്ള പെൺകുട്ടി ഒരു നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അവളെ ഹോളിൽ വന്ന് ഇരുന്നതായിട്ടുള്ള അവസരത്തിൽ ഒത്തിരി ആളുകൾ അവളെ നോക്കുന്നത് അവൾക്ക് അസഹ്യമായിട്ട് തോന്നി. അവളാവപ്പാടെ പേടിച്ചു, പരിഭ്രമിച്ചു, എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ആകുന്നതായിട്ടുള്ള സാഹചര്യം. അവളോട് ചോദിച്ചു, നീ എന്തിനാണ് പേടിക്കുന്നത്? അവൾ പറഞ്ഞു, ഇത് ഈ നോട്ടങ്ങളെല്ലാം കൂടെ കാണുന്നതുകൊണ്ടാണ് ഞാൻ പേടിച്ചു പോകുന്നത്. എന്നിട്ട് അവൾ പിന്നീട് ചോദിച്ചു, എന്തുകൊണ്ട് തന്നെ ചെറുപ്രായം മുതൽ എനിക്കിഷ്ടമുള്ളതായുള്ള വസ്ത്രമൊക്കെ ഇട്ട് പോകുന്നതിനായിട്ട് എന്നെ അനുവദിച്ചില്ല? നമുക്ക് സാങ്കല്പികമായുള്ള ചില അതിരുകളും കൽപ്പനകളും ഒക്കെ ഉണ്ട്. അതാണ് പ്രമാണിക്കുന്നത്. അതിനപ്പുറത്തായിട്ടുള്ള ഒന്നിനെ മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. യൂത്ത് മൈഗ്രേഷൻ കൊണ്ട് ഇന്ന് ഒത്തിരി ലോകത്തെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. കോവിഡ് വന്നുകൊണ്ട് ഒത്തിരി നമ്മളെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പരിചിതമല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് നാം നീങ്ങുന്ന അവസരത്തിൽ ഭയപ്പെടുകയല്ല വേണ്ടത്, കൂടുതൽ കാര്യങ്ങൾ ദൈവം വെളിവാക്കി തരുന്നതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണിടയായിട്ട് തീരണം. യേശു സോർസീതൻ പ്രദേശങ്ങളിലേക്ക് പോയത് ശിഷ്യന്മാരുമായിട്ടാണ്. അവരെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളെ ഗലീലയിൽ മാത്രം നിൽക്കാനായിട്ടുള്ളത്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി സുവിശേഷം പറയുന്നതിനായിട്ടുള്ളതാണ്. പിന്നീട് അപ്രകാരമാണ് അപ്പോസ്തലന്മാരിലുണ്ടാവുന്നത് എന്നത് നാം മനസ്സിലാക്കുന്നുണ്ട്. തോമസ് അപ്പോസ്തലൻ മലങ്കരയിൽ വരുവാനായിട്ട് ഇടയായി തീർന്നതും അങ്ങനെയാണല്ലോ. മൂന്നാമതായിട്ട് നിലവിളി കേട്ട് വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നതായുള്ള സാഹചര്യം. ഇന്ന് ഈ സമൂഹത്തിൻ്റെ നിലവിളികൾ നാം കേൾക്കാറുണ്ട്. വലിയ പ്രയാസമാണ്. കാരണം അപ്പുറത്തുള്ളതായുള്ള വീട്ടിൽ, ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ളതായുള്ള വീട്ടിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയാൻ പാടില്ല. മരിച്ചു കിടന്നാൽ അവിടെ കിടക്കും കുറച്ച് ദിവസങ്ങൾ. പിന്നീട് മാത്രമാണ് അത് തല്ലി തുറന്ന് അകത്ത് കയറി അങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. വി എക്സ്ക്ലൂഡ് അവേഴ്സെൽസ്. ഈ കോവിഡ് കാലഘട്ടത്തെ ഒരു ഭവനത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും അപ്പനും അമ്മയ്ക്കും കോവിഡ് കിട്ടി. അപ്പോൾ നിർബന്ധമായിട്ട് അവരെ ആശുപത്രി കൊണ്ടുപോയി വെക്കുള്ളൂ. അവരെ കൊണ്ടുപോയി. പിന്നെ വീട്ടിലുള്ളതായുള്ള കുഞ്ഞുങ്ങളെ ആരും നോക്കും? അപ്പോഴാണ് അയൽവക്കത്തുള്ളതായുള്ള ആളുകൾക്ക് ധാർമ്മിക ബോധമുണ്ടായത്. അവർ ഭക്ഷണം കൊടുക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. അവിടെയാണ് ഈ മക്കൾ നമ്മളുടെ മക്കളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. കുഞ്ഞുങ്ങളെ 12 വയസ്സ് താഴെയുള്ളതായുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ വിളിക്കുകയുണ്ടായി. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല. എവിടെ പോയിരിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല. അമ്മയുടെ അപ്പൻ്റെയും കൂടെ ഇരിക്കുകയായിരിക്കും. വേണ്ട, പേടിക്കണ്ട, കുഞ്ഞു വിട്ടത്. ഇവിടെ ആരും ഒന്നും ചെയ്യരുത്. അവരങ്ങനെ വളരണം. അവരുടെ സങ്കുചിത മനോഭാവത്തിൽ നിന്ന് പുതിയതായുള്ള ലോകത്തെ, പുതിയതായുള്ള ആളുകളെയൊക്കെ കണ്ട് അവരുമായിട്ട് ഇടപെട്ട് വളരുന്നതിനായിട്ട് സാധിക്കണം, അനുവദിക്കണം. ഇത് വളരെ ശക്തമായിട്ട് ഞാൻ പറഞ്ഞത് അവിടെ ഇവിടെ ഇരിക്കുന്നതായുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എനിക്കറിയാം എവിടെ ഇരിക്കുന്നത്. കാരണക്കാരായ കുഞ്ഞുങ്ങളല്ല, നമ്മൾ വിടുകയില്ല.
ഞാൻ മുമ്പ് വിളിച്ചതായുള്ള അവസരത്തിലും കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറകെ അമ്മ വരുന്നതായിട്ടുള്ള സാഹചര്യം കണ്ടു. പേടിയാണ്. അവർ തനിയൊന്ന് ജീവിക്കട്ടെ, അവരുടെ ലോകം ഒന്ന് വിശാലമാകട്ടെ, മറ്റുള്ളവരൊന്ന് കാണട്ടെ, മനസ്സിലാക്കട്ടെ, അറിയട്ടെ. ഈ മോശയെ ദൈവം വിളിക്കുന്നതായുള്ള അവസരത്തിൽ മോശ മരുഭൂമിയിൽ ആടുകളെയൊക്കെ വളർത്തുകയാണ്. ദൈവം പ്രത്യക്ഷനായി മോശയോട് പറയുന്നത്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു. വളരെ ദൂരെയുള്ളതായുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ കുഞ്ഞിനെ ഞാൻ പറഞ്ഞതനുസരിച്ച് മുമ്പ് വിട്ടാലും നിങ്ങളുടെ നോട്ടം ആ കുഞ്ഞിലായിരിക്കും. ഈ കുഞ്ഞുങ്ങൾ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയതായുള്ള അവസ്ഥയിൽ പുറകിൽ എഴുന്നേറ്റ് നിന്നതായിട്ട് ചില ആളുകളെ ഞാൻ കാണുകയുണ്ടായി. പേടിയാണ്. എന്തിനാ ഭയപ്പെടേണ്ട എന്നുള്ള വാക്കാണ് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ആളുകൾ മഹാരാഷ്ട്രയിലെ ബോംബെയിലേക്കൊക്കെ പോയതായിട്ടുള്ള അവസരത്തിൽ സുവിശേഷ വിഹിത സഭയായിട്ടുള്ള വിശ്വാസ സമൂഹം ചോദിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് എന്താണ് ഈ മഹാരാഷ്ട്രയിൽ ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നത്? ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഇല്ലാത്ത യാതൊരു മ്ലേച്ഛതയും വേറെ എങ്ങും കാണാനായിട്ട് സാധിക്കില്ല. അവിടെ ഉണ്ടല്ല. ധാരാവി എന്ന് പറയുന്നതായുള്ള ആ സ്ഥലത്ത് റെഡ് സ്ട്രീറ്റിലെ സ്ത്രീകളെ കാണുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ഇടയിൽ ഒന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള ചിന്ത മനസ്സിൽ വന്നു. പ്രാർത്ഥിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരുമായിട്ട് സംസാരിച്ചു. വാട്ട് ക്യാൻ വി ഡു ഫോർ യു? അവർ പറഞ്ഞു, ഞങ്ങളെ ഇനി ഇതിൽ നിന്ന് വിടുവിക്കാൻ പ്രയാസമാണ്. ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെങ്കിലും ഒന്ന് നോക്ക്. ദാറ്റ് ക്ലിക്ഡ്. അതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തൊട്ടടുത്തുള്ളതായുള്ള വാടകയ്ക്ക് എടുത്ത ആ കെട്ടിടത്തിൽ കൊണ്ടുവരുന്നതിനായിട്ടും താമസിപ്പിക്കുന്നതിനായിട്ടും ക്രമീകരണം ചെയ്തു. പിന്നീട് അവിടെ ദൂരെയുള്ളതായിട്ടൊരു സ്ഥലത്ത് അവരെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതിന് വീടുകളായിട്ടൊക്കെ താമസിക്കാനുള്ള ക്രമീകരണം ചെയ്തു. അവരെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള സ്കൂളൊക്കെ സ്ഥാപിച്ചു. അപ്പോൾ ഈ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് മുല കൂട്ടുവാനായിട്ട് അവിടെ വന്ന് കുഞ്ഞുങ്ങളെ കണ്ട് മുല കൊടുത്തിട്ട് പോകാം. ദാറ്റ് വാസ് എ ക്രമീകരണം. അതവർക്ക് ഇഷ്ടമായി. പിന്നീട് കുഞ്ഞുങ്ങൾക്ക് തനിയെ ജീവിക്കാം എന്ന് വന്നതായിട്ടുള്ള അവസരത്തിൽ അവരെ അവിടെ നിന്ന് കല്യാണം എടുത്തുള്ളതായിട്ടൊരു പ്രദേശത്തേക്ക് മാറ്റി. അവിടെ വീടുകളിൽ എന്ന പോലെ അവരെ താമസിപ്പിക്കുന്നതിനായിട്ട് ശ്രദ്ധിച്ചു. അവർക്ക് അവിടെ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ചേർന്ന് പഠിക്കുവാനൊക്കെ സ്കൂൾ ആരംഭിച്ചു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. വിവാഹിതരായി സെറ്റിൽഡായി ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. നമ്മളുടെ കരച്ചിൽ കേൾക്കുവാനായിട്ടുള്ളൊരു താല്പര്യം, നമ്മളുടെ അതിരുകളെ മാറ്റുന്നതിനായിട്ടുള്ള താല്പര്യം, സങ്കുചിത ഭാവത്തെ മാറ്റുന്നതിനായിട്ടുള്ള താല്പര്യം, ഇത് നമ്മിൽ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ മാത്രമേ ഭൂമിയുടെ ഉപ്പായിട്ടും ലോകത്തിൻ്റെ വെളിച്ചമായിട്ടും തീരുന്നതിനെ നമുക്ക് സാധിക്കുകയുള്ളൂ. യേശു അങ്ങനെയാണ് ചെയ്തത്. യേശു സോർ സീതോൻ പ്രദേശത്തേക്ക് പോയി അവിടെ ഒരു കനാന്യ ആ ട്രൈബിൽപ്പെട്ടതായിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ടതായിട്ടുള്ളൊരു സ്ത്രീ വന്ന് അവളുടെ മകളെക്കുറിച്ച് പറയാണ്, മകൾക്ക് ഭൂതോത്രം കഠിനമായിരിക്കുന്നു. യേശു അവളുടെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്. ഇസ്രായേൽ പോലെ അത്ര വിശ്വാസം കാണുന്നില്ല എന്നാണ് യേശു പറഞ്ഞത് വാക്കുകളുടെ അർത്ഥം. എന്നെ അനുഗമിക്കുന്ന, എന്നെ കേൾക്കുന്ന, എൻ്റെ കൂടെ നടക്കുന്നതായിട്ടുള്ള ആളുകളുടെ വിശ്വാസത്തേക്കാൾ വലിയതാണ് ഈ സ്ത്രീയുടെ വിശ്വാസം. ഞാൻ അവളോട് ഒന്നും പറയാതെ നടന്നതായിട്ടുള്ള അവസരമുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞയക്കണം പറഞ്ഞതായിട്ടുള്ള അവസരമുണ്ട്. നായ്ക്കുട്ടികളെന്ന് ഞാൻ പറഞ്ഞതായിട്ടുള്ള അവസരമുണ്ട്. ഇവിടെ ഒന്നും അവളെ അകറ്റുന്നതിനായിട്ട് സാധിച്ചില്ല.
അതെല്ലാം തന്നെ അവളെ കൂടുതൽ യേശുവിനോട് അടുപ്പിക്കുന്നതിനായിട്ടും അവൾ വിനയമുള്ളവളായിട്ട് തീരുന്നതിനായിട്ടും വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കുന്നതിനായിട്ടും സാധിക്കത്ര ചെയ്ത്. അത് കണ്ടിട്ടാണ് യേശു പറയുന്നത്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ വാക്കുപോലെ നിനക്ക് ഭവിക്കട്ടെ. വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഈ വിശ്വാസം മറ്റുള്ളവരെ ജനിപ്പിക്കുവാൻ്റെ കോണം അവരുമായിട്ടുള്ള സാമീപ്യം സഹായമായിട്ട് തരണം. അത് സാധിക്കുന്നത് അവരുടെ കരച്ചിൽ കേൾക്കുമ്പോഴും അവരുടെ രോദനം മനസ്സിലാക്കുമ്പോഴുമാണ്. സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമാണ്. ഒരു കുട്ടിക്ക് പനി വന്നാൽ അമ്മയ്ക്കറിയാം. ഈ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കാതെ ഉള്ള ഒരു കാലഘട്ടമുണ്ട്. ഭാഷയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് അന്ന് ഒറ്റ കാര്യമുള്ളൂ, കരച്ചിൽ മാത്രമാണ്. നമ്മൾ പറയും ക്രൈ ബേബി എന്നൊക്കെ പറയും. എന്നാൽ ഓരോ കരച്ചിലൂടെയും അമ്മയ്ക്ക് മനസ്സിലാക്കാം കുഞ്ഞിൻ്റെ ആവശ്യം എന്നാണ്. അത് ദൈവം നൈസർഗികമായിട്ട് തന്നിട്ടുള്ള ഒന്നാണ്. അപ്പനും അതുപോലെ തന്നെയാണ്. കുഞ്ഞെ അപ്പൻ എന്നുള്ള വാക്കൊന്ന് പറഞ്ഞ് ഉച്ചരിച്ച് കേൾക്കുവാനായിട്ട് എത്രയോ താല്പര്യപ്പെട്ടാണ് നമ്മൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അങ്ങനെ നമ്മെ നോക്കി അപ്പ എന്ന് വിളിക്കുമ്പോൾ, ഡാഡി എന്ന് വിളിക്കുമ്പോൾ ആ കുഞ്ഞുമായുള്ള നമ്മളുടെ ബന്ധം കൂടുതൽ ദൃഢതയുള്ളതായിട്ട് തീരുകയാണ്. സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത്. വിശ്വാസ സമൂഹം തങ്ങൾക്കുള്ള വിശ്വാസത്തെ മറ്റുള്ളവർക്ക് നൽകി പകർന്നു കൊടുക്കുവാണ്ടൊക്കെയാണ്. ഓരോ തലമുറയിലൂടെയും കൂടുതൽ വിശ്വാസികളായി തീരുവാണ്ടൊക്കെയാണ്. അയൽവക്ക സമൂഹത്തിലൂടെ വിശ്വാസികളായി തീരുവാണ്ടൊക്കെയാണ് സാധ്യമായിട്ട് തീരണമേ എന്നത് ആഗ്രഹിച്ച് ദൈവകരങ്ങളുടെ മേൽ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മുടെ ഓരോരുത്തരെയും വിശ്വാസത്തെ കണ്ട് നമ്മോട് പറയട്ടെ, മകനെ മകളെ നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ വാക്കുപോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഇന്ന് തിരുവചനത്തിൻ്റെ ധ്യാനിക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സങ്കുചിത മനോഭാവത്തെ അവിടുന്ന് മാറ്റിത്തരണമേ. സമൂഹത്തിൻ്റെ കരച്ചിലുകൾ കേൾക്കുവാൻ ഞങ്ങളെ ഇടയാക്കുകയും മറ്റുള്ളവരിൽ വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കരുത്തിലെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ന് ചേർന്നിരിക്കുന്നതായുള്ള വിശ്വാസ സമൂഹത്തെ അവിടുന്ന് വാഴ്ത്തണമേ. ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് കൃപ നൽകുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ.